നമസ്കാരം. നമ്മൾ ജർമ്മൻ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അജിത്. എന്റെ കൂടെ ഉള്ളത് റോയ്സാർ എഡ്യൂഫെയറിന്റെ ചെയർമാൻ ആണ്. നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ജർമ്മൻ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് പേരൻസ്, കുട്ടികൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന അവരുടെ ഡൗട്ട്സ്, കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഡയറക്ട്ലി നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പൊ തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഇങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിന് ഒരു ക്ലാരിറ്റി ഈ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സാർ, നമ്മൾ ഒത്തിരി ഇൻട്രോയോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഡയറക്ട്ലി ടു ദ പോയിന്റിലേക്ക് കിടക്കാം. ഫ്രീക്വന്റ്ലി ഞാനിപ്പോൾ റീസെന്റ് നമ്മൾ കുറെ വെബിനാറുകളൊക്കെ നടത്തിയല്ലോ. അപ്പൊ അതില് നമ്മൾ എല്ലാ വീക്കും വെബിനാറുകൾ നടത്തുന്നുണ്ട്, കുറെ ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഫ്രീക്വന്റ്ലി അവർ ചോദിക്കുന്ന, അപ്പൊ അവര് ഇൻഡിവിജ്വലി ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തത് ആ ക്വസ്റ്റ്യൻസ് മജോറിറ്റി പേരൻസിന്റെ സൈഡിൽ നിന്നും ഉണ്ടാവും. അപ്പൊ അതിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, ഇപ്പോഴും എല്ലാ പേരൻസിനും കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഏരിയ എന്ന് പറയുന്നത്, നോർമൽ ഇപ്പോഴും ആളുകൾ ഒരു ട്രഡീഷണൽ പാത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് +2 കഴിയുന്നു, നല്ല മാർക്ക്, അതൊരു 95 ഒക്കെ ഉള്ളവർ നീറ്റ് അങ്ങനത്തെ പോലത്തെ പ്രോഗ്രാമുകളെ കുറിച്ച് ട്രൈ ചെയ്യുന്നു. അല്ലാത്ത കുറെ ആളുകൾ നല്ല കോളേജുകളിൽ ഡിഗ്രി പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. എവിടെ നല്ല പ്രോഗ്രാമുകളൊന്നും കിട്ടാത്തവരാണ് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത് നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൺവെൻഷൻ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഫോക്കസ്. അതെ. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളുകൾ നേരെ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകും. അതിന് തൊട്ട് താഴെയുള്ള ആളുകൾ എഞ്ചിനീയറിംഗ് ഒക്കെ ഓപ്റ്റ് ചെയ്യാൻ നോക്കും. പിന്നെ അതിന് തൊട്ട് താഴെയുള്ള ആളുകൾ ഡിഗ്രിക്കൊക്കെ പോകാൻ നോക്കും, അല്ലെങ്കിൽ CSCM ഇങ്ങനത്തെ പ്രോഗ്രാം നോക്കും. അതിൽ മാർക്ക് കുറവുള്ള ആളുകൾ ഡിപ്ലോമ പ്രോഗ്രാം, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, ഇങ്ങനെയൊക്കെ. പക്ഷെ ഇതൊക്കെ പഠിച്ചതുകൊണ്ട് ലൈഫിൽ എന്താണ് കിട്ടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആളുകൾക്ക് യാതൊരുവിധ ധാരണയുമില്ല. പക്ഷെ നമുക്ക് മുൻപേ ഉള്ള ആളുകൾ ഇങ്ങനെയാണ് ചെയ്തത്, നമ്മളും ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സിസ്റ്റം. പക്ഷെ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാം ഓപ്പണായി നിൽക്കുകയാണ്. അത് ഗ്രാബ് ചെയ്യാനായിട്ട് ആളുകൾ റെഡി ആവുന്നില്ല. നമ്മള് ബുദ്ധിയുള്ള ആളുകളാണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് ഇമ്മീഡിയറ്റ്ലി ഇത് ഗ്രാബ് ചെയ്യാന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് തിരക്ക് കൂടും. അതെ. ഇപ്പൊ ആളുകളുടെ കുറവുണ്ടാവാൻ കാരണം എന്താ വെച്ചാല് 2020 ജർമ്മനിയിൽ ഇതേമാതിരി ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിലേക്ക് പോകാൻ വേണ്ടി സാധിച്ചത്. അപ്പൊ ഒരുപാട് ആളുകൾ പോയി അങ്ങനെ ഒരു ഹിസ്റ്ററിയോ സ്റ്റോറിയോ വരാത്തത് കൊണ്ടാണ് നമുക്ക് സമൂഹത്തിൽ പൊതുവെ അങ്ങനെ ഒരു ധാരണ ഇല്ലാത്തത്. അതേ സമയത്ത് എല്ലാവർക്കും ധാരണയുണ്ടായി, എല്ലാവരും ഇതിനെ പോകാനായിട്ടൊക്കെ ചിന്തിക്കുന്നതിന് ഭയങ്കര ഓവർ ക്രൗഡഡ് ആയിട്ട് വരും. അപ്പൊ നമ്മുടെ ഒരു ബുദ്ധി എന്ന് പറയുക ഇമ്മീഡിയറ്റ്ലി ഇതിനെ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ മാറി ചിന്തിക്കാനായിട്ട് ആളുകൾ തയ്യാറാവണം. പ്രത്യേകിച്ച് പേരൻസ് ഇതിനെപ്പറ്റി മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ആ കുട്ടിയുടെയും അവരുടെ ഫാമിലിയുടെയും ലൈഫിനെ വളരെ വലിയ ഉയരത്തിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പൊ ഈ പ്രോഗ്രാമിലേക്ക് പോകണമെന്ന കുറച്ചൊരു ബോധ്യത്തോടു കൂടി തീരുമാനമെടുക്കുന്ന ആളുകൾക്ക് അവരുടെ ലൈഫിലെ വളരെ ഉയരത്തിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതായത് കൂടുതൽ മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ പറയുന്ന 55% മാർക്ക് ഉള്ളവർക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. കൂടുതൽ മാർക്ക് ഉള്ളവർക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവും ഈ പ്രോഗ്രാം എടുക്കുമ്പോൾ? അതായത് ശരിക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകാൻ വേണ്ടി +2 പാസ്സായ ഏത് സ്റ്റുഡൻസിനും പോകാൻ വേണ്ടി സാധിക്കും. നമ്മളൊരു ക്രൈറ്റീരിയ എന്നുള്ള നിലയ്ക്കാണ് 55% മാർക്ക് എന്ന് വെച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടത്. അപ്പൊ ജർമ്മൻ ലാംഗ്വേജ് B2 പഠിക്കുക എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് പഠനമാണ്. ലാംഗ്വേജ് പഠനം എന്ന് പറഞ്ഞാൽ അതിന് മെറിറ്റ് ഒന്നും ഒരു വലിയ വിഷയമല്ല. അതായത് മാർക്കുള്ള ആളുകൾക്കും മാർക്കില്ലാത്ത ആളുകൾക്കും, ഈവൻ സ്കൂളിൽ പോകാത്ത ആളുകൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പറ്റും. ചെറുപ്പക്കാർക്ക് പഠിക്കാൻ പറ്റും, പ്രായമായവർക്ക് പഠിക്കാൻ പറ്റും, എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരാൾ ഡൽഹി പോയി 1 വർഷം താമസിക്കുകയാണെങ്കിൽ ആരും പഠിപ്പിക്കാതെ ഹിന്ദി പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഇതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. പക്ഷെ മാർക്ക് കൂടുതലുള്ള കുട്ടികൾ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താന്ന് ചോദിച്ചാല്, നല്ല മെറിറ്റ് ഉള്ള കുട്ടികൾക്ക് ഒരു ലേണിംഗ് ഹാബിറ്റ് ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിലുണ്ട്. അവർക്ക് പഠിക്കണം എന്നുള്ളൊരു സ്വയം തോന്നലുണ്ട്. അല്ലെങ്കിൽ മറ്റേ ആരും പ്രേരിപ്പിക്കാതെ തന്നെ സ്വയം പഠിക്കാനുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ട്. അപ്പം അവര് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി നല്ല മാർക്കുള്ള ആളുകൾ വന്നാൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് പഠിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി ജർമ്മനി പോകാൻ വേണ്ടി സാധിക്കും. ടാസ്ക് അല്ല അവരെ സംബന്ധിച്ച്. അതായത് നമ്മൾ ഒന്ന് ആലോചിച്ചൊക്കെ നീറ്റ് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടോ മറ്റ് സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കുന്നതായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടാസ്ക് കമ്പയർ ചെയ്ത് ലാംഗ്വേജ് പഠിക്കുന്ന നോക്കുമ്പോൾ ലാംഗ്വേജ് പഠനം ഏറ്റവും ഈസിയാണ്. അപ്പൊ ആ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ശ്രമിക്കാൻ വരുന്ന അല്ലെങ്കിൽ അങ്ങനെ മെറിറ്റുള്ള ആളുകൾ വന്നാൽ വളരെ ഈസിയായി പഠിച്ച് പാസ്സാവാനും ജർമ്മനി പോകാനും സാധിക്കും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് അടുക്കുകയാണെങ്കിൽ, മെജോറിറ്റി പേരൻസിന്റെ ഒരു കൺസേൺ, അതായത് എനിക്ക് തോന്നുന്നൊരു പർപ്പസ്ഫുള്ളി ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്ന് വരെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എന്തോ ആവട്ടെ, അതല്ല, ഒരു റിയലിസ്റ്റിക്കലി ഒരു പ്രോഗ്രാം അച്ചീവ് ചെയ്യാൻ വരുന്ന ഒരു പേരന്റിന് മുമ്പിൽ, കുട്ടിയുടെ മുമ്പിലുള്ള ഒരു സംശയം എന്താ വെച്ചാൽ, ജർമ്മൻ ഹൗസ് ബിൽഡിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് മറ്റു രാജ്യങ്ങളിൽ വാലിഡ് അല്ല, എന്തെങ്കിലും കാരണവശാൽ അവര്
മറ്റു രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യണമെങ്കിലോ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാലോ ആ പഠിച്ച കാര്യം കൊണ്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യമില്ല എന്നുള്ള ഒരു കാര്യമാണ് കോമൺലി എല്ലാവരും ചോദിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാർക്കറ്റിൽ ഒരു സംസാര വിഷയമായിട്ടുണ്ട്. സാറിന് എന്താ അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുള്ളത്? ഈ സംസാര വിഷയം എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയാം. അതായത് നമ്മൾ പല കോഴ്സുകളും ആളുകൾ മാർക്കറ്റിൽ പിച്ച് ചെയ്യുന്നുണ്ടാവില്ലേ. അപ്പം മറ്റു കോഴ്സുകളിന്റെ ഓർഗനൈസേഷനിലെ ആളുകളെ ഒരു സ്റ്റുഡന്റിനെ വിളിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് പറയുമ്പോൾ അവരുടനെ പറയും ഇതിന്റെ കോഴ്സിന് വേറെ രാജ്യങ്ങളിൽ വാലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഇവരെ പേടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യാം. ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ രാജ്യത്തുമുള്ള കോഴ്സുകൾക്ക് പഠിച്ചു പാസ്സായാൽ അതാത് രാജ്യത്ത് സ്വാഭാവികമായിട്ട് അതിന് വാലിഡിറ്റി ഉണ്ട്. നമ്മൾ ആ കോഴ്സുമായി വേറെ രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് ആ രാജ്യത്ത് ചെല്ലുമ്പോൾ അതിന്റെ ഒരു എന്താ പറയുക ഈക്വലൻസി പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനൊരു അക്രഡിറ്റേഷൻ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ലൈസൻസിങ് കിട്ടേണ്ടത് ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് പറയാൻ നമ്മുടെ നാട്ടിൽ നിന്ന് നേഴ്സിംഗ് പാസ്സാവുന്ന ഏതൊരാൾക്കും ഏതൊരു ഡെവലപ്ഡ് കൺട്രി പോയി ജോലി ചെയ്യാം. പക്ഷെ അവിടെ ഒരു ക്ലോസ് ഉണ്ട്. അവർ ആ രാജ്യത്ത് ചെന്ന് ജോലി ചെയ്യണമെങ്കിൽ അവിടുത്തെ ഒരു ലൈസൻസ് അവർ കരസ്ഥമാക്കണം. ആ ലൈസൻസിങ് കിട്ടണമെങ്കിൽ അവരവിടെ അതിനുള്ള മാനദണ്ഡങ്ങളുണ്ട്. IELTS പാസ്സാവണം. ഒരു രാജ്യങ്ങൾ നോക്കിയാൽ ഇപ്പം ഓസ്ട്രേലിയയിൽ NCLEX എക്സാം ഓസ്ട്രേലിയയിൽ പോകണമെങ്കിൽ നമുക്ക് ആദ്യം IELTS OET PT ബേസിക് ആയിട്ട് പ്രൂവ് ചെയ്യണം. അവിടുത്തെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് പ്രൂവ് ചെയ്യണം. രണ്ടാമതായിട്ട് NCLEX എന്ന് പറയുന്ന എക്സാം എഴുതണം. അത് കഴിഞ്ഞ് അവിടുത്തെ OSCE പാസ്സാവണം. അതായത് അവർ അത് ചെയ്താലാണ് ഓസ്ട്രേലിയ രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ പറ്റും. അത് കഴിഞ്ഞ് APRA രജിസ്ട്രേഷൻ എടുക്കണം. അത് കഴിഞ്ഞാൽ അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ പറ്റുള്ളൂ. അപ്പം ഏത് കോഴ്സ് ചെയ്താലും വേറെ ഏത് രാജ്യത്ത് പോകുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ഉണ്ട്. അപ്പൊ നമ്മള് ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ജർമ്മനിയിലെ ഓട്ടോമാറ്റിക്കലി വാലിഡ് ആണ്. യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും അത് വാലിഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ ഒരു കോഴ്സിനേക്കാൾ ഉയർന്ന വാല്യൂ ഉള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് ലോകത്തിലെ ഏത് രാജ്യത്തേക്കും അവർക്ക് പോയി ഒരു ലൈസൻസിങ് എക്സാമോ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ എല്ലായിടത്തും പോയി ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ഇത് വേറെ അടുത്ത് വാല്യൂ ഇല്ലെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്ക് വേൾഡിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ ഉള്ള കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഇവിടുന്നൊക്കെ ഒരാൾ ഡിഗ്രി എടുത്തു എന്ന് വിചാരിക്കുക. ലോകത്തിലുള്ള എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളും അവരെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഒരിക്കലും നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെയോ MG യൂണിവേഴ്സിറ്റിയിലെയോ കേരള യൂണിവേഴ്സിറ്റിയിലെയോ കൊച്ചി യൂണിവേഴ്സിറ്റിയിലോ ഒരു PG പഠിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ PSC എക്സാം എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പം ഇതെല്ലാം പല രാജ്യങ്ങളുടെ ഓരോ നിയമത്തിനനുസൃതമായിട്ടാണുള്ളത്. നമ്മുടെ നാട്ടിൽ ഏത് കോഴ്സ് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ ക്വാളിറ്റിയും വാലിഡേഷനും എല്ലാം ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ജർമ്മനി പഠിക്കുന്നതിനുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം സാർ, ഇതില് നിങ്ങൾ പേരൻസ് ആലോചിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ പേഴ്സണലി ആലോചിച്ച് നോക്കുക, ഇപ്പൊ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ വേഴ്സസ് ജർമ്മനിലെ എഡ്യൂക്കേഷൻ കമ്പയർ ചെയ്തിട്ട് ഏതാണ് കുറേയും കൂടെ സ്റ്റാൻഡേർഡ് ഉള്ള അത്തന്റിക്കേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. രണ്ട്, എനിക്ക് തോന്നുന്നു സാർ, ഇന്ത്യയിൽ ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന നഴ്സസ് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. US വർക്ക് ചെയ്യുന്നുണ്ട്, കാനഡ വർക്ക് ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ന്യൂസിലാൻഡിലുണ്ട്, ജർമ്മനി ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പം ഇന്ത്യയിൽ നിന്നുള്ള ഒരു നഴ്സിന് ഇവിടേക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ജർമ്മനി പഠിച്ച നഴ്സിന് തീർച്ചയായിട്ടും പോകാൻ പറ്റുമല്ലോ. ഞാനൊരു എക്സാമ്പിൾ കൂടി പറയാം. നമ്മുടെ മലയാളികളൊക്കെ പൊതുവെ പോണ ഒരു സ്ഥലമാണ് ഗൾഫ്, മിഡിൽ ഈസ്റ്റ്. ദുബായിൽ ഒരാൾ ജോലിക്ക് പോവാണെന്ന് വിചാരിക്കും. ദുബായിൽ ഒരു കമ്പനി ഇന്റർവ്യൂവിന് പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഡിഗ്രി പാസ്സായ ഒരാളും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ട്. ജർമ്മനിയിൽ നിന്ന് ഡിഗ്രി പാസ്സായ ഒരാളും അവിടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ആരെയായിരിക്കും പൊതുവെ ആ കമ്പനി, ദുബായിലെ കമ്പനി സെലക്ട് ചെയ്യുക? ജർമ്മനിയിൽ നിന്നുള്ള ആളുകളെ ആയിരിക്കും സെലക്ട് ചെയ്യുക. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മുടെ നാട്ടിൽ ഒരാളെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് പഠിച്ച ഒരാളുണ്ട്, UK പോയി ഒരു മാസ്റ്റേഴ്സ് ബിരുദം ഒക്കെ എടുത്ത ഒരാളും വരുന്നുണ്ട് ഇന്റർവ്യൂ വരുന്നുണ്ട്. ആരെയായിരിക്കും സെലക്ട് ചെയ്യുക? നമ്മൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾക്കാണ് ലോകത്തിൽ എല്ലായിടത്തും പ്രിഫറൻസ് ഉള്ളത്. നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ വട്ടത്തിലിരുന്ന് അല്ലെങ്കിൽ ചെറിയൊരു കാഴ്ചപ്പാട് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങൾ ജർമ്മനി പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ചിന്തിക്കാനായിട്ട് റെഡി ആവണം. ഇന്റർനാഷണൽ ലെവലിലുള്ള എക്സ്പോഷറിനെ പറ്റി ആയിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ വട്ടത്തിലുള്ള ചിന്തയും ചെറിയ വട്ടത്തിലുള്ള ഒരു ജോലിയെ പറ്റി ചിന്തിക്കുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് പോകേണ്ട ആവശ്യമില്ല. അതെ, നാട്ടിലുള്ള ഏതെങ്കിലും ചെറിയൊരു പ്രോഗ്രാം ചെയ്ത് അപ്പൊ നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് പഠിക്കാം, 20,000 രൂപ ശമ്പളം അല്ലെ 15,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യാം. അപ്പൊ അതാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ് എങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. 5 ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന തോട്ട് പ്രോസസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി ചിന്തിക്കുക. അങ്ങനെയുള്ള ആളുകൾ മാത്രം ഇതിലേക്ക് കടന്നു വരിക എന്നുള്ളതാണല്ലേ സാർ. അടുത്ത മെയിൻലി എനിക്ക് കിട്ടുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്, മേജർലി കുട്ടികളുടെ ഇടയ്ക്കൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഇത് പഠിച്ചാൽ പാസ്സാവില്ല,
വർഷം പോകും, നമ്മൾ വെറുതെ ഇതിനു വേണ്ടി മെനക്കെടുകയാണ്, അതിൽ എന്തിനാണ് ഞാൻ വർഷം കളയുന്നത്, നാട്ടിൽ ബേസിക് നഴ്സിംഗ് പഠിച്ചാൽ പോരെ, അല്ലെങ്കിൽ നാട്ടിൽ വേറെ ഡിഗ്രി പഠിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം മേജർ കൺസേൺ ഇതാണ്. അതായത് പൊതുവേ ഒന്നെങ്കിൽ ആളുകൾ പറഞ്ഞങ്ങനെ പരത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിന് ആളുകൾ പാസ് ആവുന്നില്ല. അപ്പം ഇതൊരു റിയാലിറ്റി ആണോ, അല്ല അങ്ങനെ ആണെങ്കിൽ തന്നെ അത് ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ഫിയർ ഉണ്ട് ശരിക്കും മാർക്കറ്റിൽ. എഡ്യൂഫ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റിയാലിറ്റി അല്ല. കാരണം നമ്മുടെ അടുത്ത് നിന്ന് പഠിക്കുന്ന കുട്ടികൾ ധാരാളമായിട്ട് പാസ് ആവുന്നുണ്ട്, ജർമ്മനി പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചിന്ത വരാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം പുറത്തേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ജർമ്മനി പോകാനുള്ള ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് ഇത് വളരെ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം ഇത് നമ്മൾ പറയാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ആളുകൾ പറയാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലാ ആളുകളും ഇതിലേക്ക് തള്ളിക്കറി വരുന്നുണ്ട്. അതായത് അവരുടെ ഉള്ളിൽ +2 കഴിഞ്ഞ കുട്ടിയുടെ ഉള്ളിലെ ആഗ്രഹം ജർമ്മനി പോകുക എന്നുള്ളതാണ്. ആ ജർമ്മനി പോകാനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് B2 പാസ് ആവണം എന്നുള്ളതിനെ അവർ സെക്കൻഡറി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ജർമ്മനി പോകണം. അപ്പം ഇതാണ് പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്ന് അവർ ബോധ്യപ്പെടുന്നില്ല. അതായത് ജർമ്മൻ ലാംഗ്വേജ് നീ പഠിച്ചു പാസ്സായാലേ നിനക്ക് ജർമ്മനി പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നിന്റെ പ്രൈമറി ഫോക്കസ് ഇതായിരിക്കണം എന്നുള്ളത് മറന്ന് ഒരു സ്വപ്നം പോലെ ജർമ്മനി പോകാൻ വേണ്ടി വന്ന് ലാംഗ്വേജ് പഠിക്കുന്നതിൽ എഫേർട്ട് ഇടാൻ തയ്യാറാവാത്ത ഒരു വട്ടം വിദ്യാർത്ഥികളാണ് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവത്തിൽ ഒന്നാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളെ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉള്ള പ്രോഗ്രാം വന്നപ്പം ഇതിനെ ബിസിനസ് ആയിട്ട് എടുക്കുന്ന ഒരുപാട് ഓർഗനൈസേഷനുകൾ പോലെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എവിടെ നോക്കിയാലും ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പല സ്ഥലത്തും ഉള്ളത്. അപ്പം ഈ സ്ഥാപനങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനൊരു ബിസിനസ്, അതായത് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് ക്വാളിറ്റി കുറഞ്ഞ എഡ്യൂക്കേഷൻ കൊടുക്കുക. അതായത് ജർമ്മൻ ലാംഗ്വേജ് കറക്റ്റ് ആയിട്ട് പാസ്സാവാത്ത ടീച്ചേഴ്സിനെ കൊണ്ടുവരിക, പഠിപ്പിക്കാൻ അറിയാത്തവരെ കൊണ്ടുവരിക, അവർക്ക് ചെറിയ ശമ്പളം കൊടുക്കുക, എന്നിട്ട് അവരെ വെച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് നോക്കുക. അപ്പം ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പാസ്സാവാൻ പറ്റുന്നില്ല. അപ്പം ഇത് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. അതായത് പണത്തിനോടുള്ള ആർത്തി കൊണ്ട് ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാതെ ഇതിനൊരു ബിസിനസ് ആക്കി മാർക്കറ്റിംഗിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കി കുറെ ആളുകളെ ആകർഷിച്ച് അവർക്ക് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുത്ത് അവരുടെ ഭാവി നശിപ്പിക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി. നല്ല സ്ഥാപനങ്ങളുണ്ട്, ലിമിറ്റഡ് ആയിട്ടുള്ളതുണ്ട്. മേജർലി ഇതാണ്. അതായത് അത് പല ആളുകളും എന്താണെന്ന് പോലും അറിയാതെ ഇതിലേക്ക് കടന്നു വന്നിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. മൂന്നാമത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് ഓൺലൈനായിട്ടുള്ള പഠിപ്പിക്കലാണ്. അതായത് പല ആളുകളും ഞാൻ പറഞ്ഞ പോലെ ബിസിനസിന്റെ ബാക്കി പത്രമാണ്. അതായത് ബിസിനസ് റിയൽ ആയിട്ട് നടത്തണമെങ്കിൽ കുറെ സ്പേസ് വേണം, ക്ലാസ് റൂം വേണം, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഓൺലൈനിൽ പഠിപ്പിക്കാൻ ഇതൊന്നും ആവശ്യമില്ല. ഒരു ഗൂഗിൾ മീറ്റ് മതി. ഏതെങ്കിലും എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരാളെ കൊണ്ട് പഠിപ്പിക്കാം എന്ന് ചിന്തിച്ച് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. യഥാർത്ഥത്തിൽ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു പുതിയ ഭാഷയാണ്, നമുക്ക് പരിചിതമല്ലാത്തൊരു ഭാഷയാണ് പഠിക്കുന്നത്. അത് നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ സാധിക്കില്ല. അപൂർവമായിട്ട് 1-2 ആളുകൾക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റും. കാരണം അത് അവർക്ക് ബൈ ബർത്ത് തന്നെ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു സ്കില്ല് അവർക്ക് ഇൻബോൺ ആയിട്ട് ഉണ്ടാവുമായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആവശ്യമില്ല. അങ്ങനെ 1-2 ആളുകൾ പാസ്സാവുന്ന അല്ലാതെ ആളുകൾക്ക് ഓൺലൈനായിട്ട് ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റില്ല. കാരണം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് അവിടെ വേണ്ടത്. നമുക്ക് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വരാം. അതായത് നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ക്ലാസ് റൂമിൽ കുറെ കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിച്ച് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. രണ്ടാമതായിട്ട് ഓൺലൈനിൽ നമുക്കറിയാം പഠിക്കുമ്പോൾ പല പരിമിതികളുണ്ട്. പലരും ക്യാമറ ഓഫ് ആക്കി വെക്കും. ഒരു ലോങ് ടൈമില് ക്യാമറയുടെ മുന്നിൽ നിന്ന് പഠിക്കാൻ പറ്റത്തില്ല, നെറ്റ് പോകും. കുട്ടികൾ ഭൂരിപക്ഷം ഫോണിലായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. ഫോണിന്റെ ചാർജ് തീരും, പിന്നെ 4 ദിവസം കഴിയുമ്പോൾ അതിന്റെ എന്തൂസിയാസം തീരും, അങ്ങനെ ഡ്രോപ്പ് ആവും. അപ്പം ഈ 3 കാരണങ്ങളാണ് പെട്ടെന്ന് ഈ പ്രോഗ്രാം വന്നപ്പോൾ ഇതിന്റെ ക്വാളിറ്റീനെ വളരെ ലോ ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള റീസൺ ആയി മാറിയത്. അതായത് ഒന്നാമത് കുട്ടികളെ പഠനത്തിൽ ഫോക്കസ് ചെയ്യാതെ ജർമ്മനി പോകാൻ പറ്റുന്ന എക്സൈറ്റ്മെന്റോടുകൂടി വന്ന കുട്ടികളുണ്ട്. രണ്ടാമതായിട്ട് ഇതിനൊരു ബിസിനസ് ആയിട്ട് കണ്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാത്ത സ്ഥാപനങ്ങൾ. മൂന്നാമതായിട്ട് ഓൺലൈൻ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഇപ്പൊ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു, വീട്ടു വരെ പോയി, ചിലപ്പോൾ തോറ്റവരായിരിക്കും ജയിച്ചവരായിരിക്കും. ഉടനെ അവരൊരു സോഷ്യൽ മീഡിയയിൽ ആഡ് റൺ ചെയ്യാണ് ജർമ്മൻ ലാംഗ്വേജ് ഓൺലൈനായിട്ട് പഠിക്കാം. അതിൽ അവർ 10-15 കുട്ടികളെ സംഘടിപ്പിച്ച് അവർ പഠിപ്പിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുക. ഈ കുട്ടികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഡ്രോപ്പ് ചെയ്യും. മനസ്സിലായി. ഇത് മറ്റ് ഏതൊരു എഡ്യൂക്കേഷൻ പോലെ തന്നെ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഡെലിവറി ചെയ്യുകയും കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി വരികയും ചെയ്താൽ വളരെ ഈസി ആയിട്ട് ലാംഗ്വേജ് ക്രാക്ക് ചെയ്യാനും പാസ്സാനും പറ്റും. അതായത് വേറെ ഏത് സബ്ജക്റ്റ് പാസ്സാവുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഒരു ലാംഗ്വേജ് പാസ്സാവാൻ വേണ്ടി പറ്റും. അതിന് നമുക്ക് ഇന്റലിജൻസോ ബുദ്ധിയോ ഒന്നും ആവശ്യമില്ല. അത് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറായി വരുന്ന ഏതൊരാൾക്കും പറ്റും. അപ്പം ഇത് ആളുകളുടെ തോട്ട് പ്രോസസ്സ് മാറേണ്ടതുണ്ട്.
നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറായി കടന്നു വരുന്ന ഏതൊരു വിദ്യാർത്ഥിയാണേലും ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജർമ്മൻ ലാംഗ്വേജ് വളരെ ഈസിയായി പഠിച്ചു പാസ്സായി ജർമ്മനി പോകാൻ വേണ്ടി സാധിക്കും. EduFlair, education driven by passion.